ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്നാണെങ്കിൽ ഒരു ഫാമിലി വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. ചെറിയൊരു വീഡിയോ ആണ്. ഇന്ന് ഞാനിപ്പം ട്രിവാൻഡ്രത്തെ ചേച്ചിയുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പം ഇന്നാണെങ്കിൽ നമുക്കൊരു ചെറിയ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്താലോ എന്നിങ്ങനെ മനസ്സിൽ തോന്നി. അതുകൊണ്ട് നമുക്കിന്നൊരു ഫാമിലി വ്ളോഗ് തന്നെ ചെയ്തു വെച്ചു. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അങ്ങനെ നമുക്ക് സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഋതു. ഹൈ, ഹലോ ഗൈസ് എന്ന് പറയാം. പോവാം. ദിസ് ഈസ് മൈ ബ്രദർ. പോവാം. ഹായ് പറഞ്ഞേ. അപ്പൊ നമുക്ക് എന്തായാലും സിറ്റിയിലേക്ക് പോവാം സാധനം മേടിക്കാൻ വേണ്ടി. ഋതു ബൈ ഗൈസ്. അപ്പം നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മള് പോത്തങ്കോടോട്ടാണ് പോകുന്നത് സാധനം മേടിക്കാൻ വേണ്ടി. ചിക്കൻ മേടിക്കാൻ വേണ്ടി നമ്മള് പോത്തങ്കോട് നിൽക്കുവാണ്. പോത്തങ്കോട് റോഡെല്ലാം പൊളിച്ചിട്ടേക്കുവാണ്. എന്തായാലും ചിക്കൻ മേടിക്കാൻ വേണ്ടി പോവാം. ഒരാളെന്താ താഴെ പോയിട്ട് ചിക്കൻ മേടിക്കാൻ. അങ്ങനെ നമ്മൾ ചിക്കൻ മേടിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. ചിക്കൻ മാത്രമേ മേടിച്ചുള്ളൂ, ബാക്കി എല്ലാ ഐറ്റംസും നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും മേടിച്ചില്ല. അളിയനാണെങ്കിൽ ഋതുവിനെയും കൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയേക്കാണ്. അവരോട് വന്നിട്ട് നമുക്ക് അടുത്ത മേക്കിങ്ങിന്റെ വീഡിയോ നമുക്ക് ചെയ്യാം. ഇന്ന് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ഹരിയാനി ദം ബിരിയാണിയാണ്. ഹരിയാനി അല്ല, ഹൈദരാബാദി ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. ഋതുവിന് എന്തോ പറയാനുണ്ടെന്ന്. പറ ഋതു. എന്റെ കുഞ്ഞിന്റെ കൊച്ചിലത്തെ ബോയാണെന്നത്. അടുത്തത് വേണ്ടായോ? എന്റെ കുഞ്ഞായപ്പോ പോലെയാണ് ഈ വാവി ഉണ്ടായപ്പോ ഞാൻ ഇത് പൊട്ടിച്ചാക്കിയാണ് കഴിച്ച്. ഇത് ഞാൻ ശ്രമിച്ചില്ല. ഇത് ഇതാണ് എന്റെ നല്ല പോലെ. ഇത് ഈ എല്ലാം ഇത്തായ പണി ഇതുമായി. ഇത് ഞാൻ ഇതാന്റെ കുഞ്ഞായി പോയാണ്. അമ്മന്റെ എന്റെ താഴത്തെ കടയിൽ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഫ്രണ്ടിക്ക് കുഞ്ഞുണ്ട്. ആ കുഞ്ഞിക്ക് കൂട്ടാൻ അമ്മ ഇങ്ങനെ എഴുതിയൊക്കെ. ഇവിടെ തൊട്ട് താഴെ കടയുടെ സൈഡിലായിട്ട് ഒരു കൊച്ചുണ്ട്. അപ്പം ആ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുവാന്നാണ് അവള് പറഞ്ഞേക്കുന്നത്. തിരിച്ചു പിടിക്കും. ഞാൻ മേടിച്ചു കൊടുത്ത സ്റ്റിക്കർ ആണെന്നത്. ഗീസ് അങ്ങനെ നമ്മളെ പ്രിപ്പറേഷൻ ചിക്കൻ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ അളിയന് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സഹായിക്കാൻ വരുന്നത് നമ്മുടെ ഋതു ആണ്. നമ്മളെ എടുത്തിരിക്കുന്ന അരി എന്ന് പറഞ്ഞാൽ കൈമാട് അരിയാണ് എടുത്തിരിക്കുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി. അത് നമ്മള് ഉള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കഴുകണം. അവിടെ നമ്മള് മസാല റെഡിയാക്കാൻ പോകുന്നത്. അത് ഗരം മസാല അത് ഇടുന്നു. നമ്മള് 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് പാകത്തിന് ഗരം മസാല ഇടുന്നു. നെക്സ്റ്റ് എന്തുവാ? മഞ്ഞപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് മതി. അതിന് ഗ്രേവി അത് തിക്ക് വേണ്ടല്ലോ, ഫ്ലേവറിന് വേണ്ടി മാത്രം. മുളക് പൊടി. മെയിനായിട്ട് ഇടാൻ പറഞ്ഞു. ഉപ്പ് പാകത്തിന്. കണ്ടില്ല മക്കളെ, റിമോട്ട് ടിവിയിൽ എടുത്തിട്ട് അടുക്കള. ഇതാണ് നമ്മുടെ മസാല ഇൻഗ്രീഡിയൻസ്. ഗ്രാമ്പു, കറുവപ്പട്ട, കുരുമുളക്, ഏലക്ക, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്. ഇത്രയാണ് നമ്മുടെ ഐറ്റംസ്. പിന്നെ നമുക്ക് നെയ്യുണ്ട്. മിക്സിയിലിട്ട് എല്ലാം അടിച്ചൊരു എളുപ്പമുണ്ട്.
വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയൊരു ഗ്രാമ്പൂവിന്റെ പീസ്, ചെറിയൊരു ഏലക്ക, രണ്ടോളം കുരുമുളക്, കുറച്ച് മുളക്, എല്ലാം സ്പെഷ്യൽ മസാല. സാധാരണ ആരും ഗ്രാമ്പൂ കറുവപ്പട്ടയും കുരുമുളകൊന്നും മധുരം കഴിക്കില്ല. സ്പെഷ്യൽ മസാല കറുവപ്പട്ട എല്ലാം കൂടെ അടിച്ച് ഇപ്പൊ നമ്മുടെ പാചകം അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിരിക്കുകയാണ്. ശകലം കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിനകത്തേക്ക് ഒഴിക്കുക. അത് ചൂടായിട്ട് വന്നിട്ട് നമുക്ക് അടുത്ത ഐറ്റംസ് തന്നെ ഇടണം. എണ്ണ ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കടുക് വാരിയിടണം. എടാ ചേച്ചി അടുത്ത് ഇപ്പൊ ഉണ്ട്. ചേച്ചിക്കാണെങ്കിൽ വ്ളോഗിന്റെ ഫ്രണ്ട് വരാൻ ഭയങ്കര നാണം. അതുകൊണ്ട് ബാക്ക് ചെയ്യുന്നതുകൊണ്ട് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. വരുത്തില്ല ക്യാമറയുടെ ഫ്രണ്ട്. ഭയങ്കര നാണമാണ്. ചേട്ടന് എല്ലാം പറഞ്ഞു തരാൻ വേണ്ടി ഉണ്ട്. അപ്പം കടുകെല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്പെഷ്യൽ മസാല, നമ്മൾ അടിച്ചെടുത്ത സ്പെഷ്യൽ മസാല അതിലേക്ക് അങ്ങോട്ട് വിതറി കൊടുക്കണം. ഏതാ മണം. ഒരു ചെറിയൊരു ബ്രൗണിഷ്, ഒരു റെഡിഷ് കളറാണ്. അപ്പൊ ഇതിന്റെ പച്ച മണമൊക്കെ പോയി. പച്ചക്കല്ലേ നമ്മൾ വരെ ഇട്ടായിരിക്കും. മൂക്ക് വരുമ്പോഴത്തേന് പച്ച ടേസ്റ്റിന് പോയി മൂക്ക ടേസ്റ്റ് അല്ലേ ഋതിക? ഋതു ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഋതു ഹായ് പറഞ്ഞേ. അടുത്തെന്താ സംഭവമാണ്? ഗ്രാമ്പു ഒടിച്ച് ചതയ്ക്കുന്നു. എന്നിട്ട് അതും അതിനകത്തോട്ട് കുറച്ചിട്ട് കൊടുക്കണം. നമ്മളെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടിട്ട് നമ്മളൊന്ന് വരട്ടി എടുക്കുക. അതൊന്ന് ഒരു ബ്രൗണിഷ് കളറായി കഴിയുമ്പോൾ അടുത്ത തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഉള്ളിയാണ് ഇടുന്നത്. കൈസിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്തിടുന്ന തക്കാളി, കുറച്ച് തക്കാളി ഇട്ടല്ല ഫുള്ള് ഇട്ടിട്ടുണ്ട്. തക്കാളി കൂടി ഇട്ടൊന്ന് വരട്ടി എടുക്കണം. മസാലകളുള്ള ഓൾറെഡി ചിക്കനിൽ നമ്മൾ മസാല വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം കുറേശ്ശെ മതി. ശകലം ജീരകത്തിന്റെ പൊടി, ശകലം മതി. ഒരു സ്മെല്ലിന് വേണ്ടി നോക്കുക. ശകലം ഗരം മസാല, ശകലം മല്ലിപ്പൊടി, നല്ലോണം ഇട്ട് നല്ലോണം വരട്ടി കൊടുക്കുക. ഗൈസ് അതങ്ങനെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം.
വെള്ളം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ചിക്കൻ ഇടണം. അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉള്ളി എടുത്ത് വരട്ടിയെടുക്കണം. അപ്പം അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് അതിനകത്തോട്ടാണ് നമ്മൾ ഉള്ളി ഇട്ടൊന്ന് വരട്ടിയെടുക്കുന്നത്. ഗൈസ്, അങ്ങനെ ഗാർണിഷിനുള്ള ഉള്ളി നമ്മളങ്ങനെ വരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അരി ഇടാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ അവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഇടിച്ച് പൊടിച്ചെടുക്കണം. തൊണ്ടയ്ക്കുണ്ട് കയറത്തില്ല. നല്ല ഫ്ലേവറും കിട്ടും. ഈ കുരുമുളകൊക്കെ പൊടിച്ചിട്ട് നമ്മൾ നല്ല ഫ്ലേവർ. എല്ലാം നമ്മൾ പൊട്ടിച്ച് ഇതിനകത്ത് വെള്ളത്തിനകത്ത് തമ്മിലിട്ടിട്ടുണ്ട്. ഗൈസ്, നമ്മൾ അടുത്ത് ഇനി വെള്ളം ഒന്ന് ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത അരി ഇടാൻ വേണ്ടി പോവാണ്. അരി കൈ വെച്ചിട്ട് കുറെ നേരം ആയതുകൊണ്ടേ ഉണങ്ങിയിരുന്നു. ഗൈസ്, നമ്മുടെ ചിക്കൻ കുറച്ച് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ റൈസ് പതുക്കെ പതുക്കെ അങ്ങനെ ഇട്ട് കൊടുക്കണം, ലെയറായിട്ട്. റൈസ് എല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പൈനാപ്പിളിന്റെ കുറച്ച് എസൻസ് ചേർക്കുന്നുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ്, കുറച്ച് ചേർത്താൽ മതി. അടുത്ത നമ്മളെ ഗാർണിഷിന് വേണ്ടി വറുത്തെടുത്ത് നമ്മൾ ഉള്ളി, സവാളയും പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി എല്ലാം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് നമ്മളൊരു വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അല്ലേ? നമ്മളെ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രം. നമ്മൾ ഇതുകൊണ്ടൊരു പ്രോപ്പർ വ്ളോഗിങ് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇതിന് കുറേ പോരായ്മകൾ കാണും, അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ ഇനിയും നല്ല രീതിക്ക് വ്ളോഗ് ചെയ്ത് വരുന്നതായിരിക്കും. നല്ല വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അല്ലേ അറിയൂ? യെസ് എന്ന് പറ. ഇത് നമ്മുടെ മെയിൻ ഷെഫാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വന്ന് നോക്കത്തുള്ളൂ. അങ്ങനെ നമ്മള് ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെക്കുവാണ്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ഒന്ന് അടച്ചു വെക്കും. അടച്ചൊരു 1/2 മണിക്കൂർ നമ്മൾ അവിടെ വെക്കണം. അത് കഴിയണം നമ്മൾ ഇനി തുറന്നു നോക്കാം. ഗൈസ്, അങ്ങനെ റൈസ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. എല്ലാം നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. ഇളകാൻ പോവാണ്. ഏതാ മണം, അടിപൊളി മണം. നമുക്കിനി ഇത് പ്ലേറ്റിംഗ് ചെയ്യുന്ന വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഹൈദരാബാദി ബിരിയാണി നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. അടിപൊളി സാധനം. ഞാൻ ആദ്യമായിട്ടാണ് ഹൈദരാബാദി ബിരിയാണി ടേസ്റ്റ് നോക്കുന്നത്. സംഭവം കൊള്ളാം, അടിപൊളി. അതോ എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിട്ട് പറ. കഴിച്ചു നോക്കൂ. ഗൈസ്, അങ്ങനെ നമ്മള് ബിരിയാണി കഴിച്ചിരിക്കുകയാണ്. ഋതു, എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? ഇഷ്ടപ്പെട്ടോ? അങ്ങനെ അളിയന്റെ ഹൈദരാബാദി സ്പെഷ്യൽ ബിരിയാണി അടിപൊളിയായിരുന്നു.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം ഓക്കെ ബൈ. ഓക്കെ ബൈ പറ. Okay, bye.